ഇപ്പോൾ നമ്മോടൊപ്പം ഏറ്റവും വലിയ പൂരപ്രേമി നമുക്കെല്ലാം പ്രിയപ്പെട്ട അയ്യം വിജയൻ നമ്മോടൊപ്പം ഉണ്ട്. ആള് പൂരം എവിടെയുണ്ടോ കൊട്ട എവിടെയുണ്ടോ അവിടെ അയ്യം വിജയനുണ്ട് എന്നാണ് പറയുന്നത്. വിജയേട്ടാ, എത്ര കാലമായി ഈ പിന്നെ നട തുറക്കലും പൂരമൊക്കെ ആയിട്ട് ഇതൊരു ആഘോഷം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. കാരണം തൃശ്ശൂർകാരുടെ ഒരു അഹങ്കാരമല്ലേ. കാരണം ഇപ്പോൾ പൂരം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഉള്ളിടത്ത് എവിടെ തൃശ്ശൂരുണ്ടെങ്കിൽ കുറേ മിസ് ചെയ്തിട്ടുണ്ട്, കളിക്കാൻ പോകുമ്പോൾ കുറേ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂരുണ്ടെങ്കിൽ എന്തായാലും പൂരത്തിൻ്റെ ഇടയിലുണ്ടാവും. ഈ പൂരം ശരിക്കും ആദ്യമൊക്കെ 1.5 ദിവസമൊക്കെ ആയിരുന്നു. അതായത് ഒരു ദിവസം തുടങ്ങി പിറ്റേ ദിവസം ഉച്ചയ്ക്ക്. ഇപ്പോൾ അത് വിളംബരത്തിലേക്ക് കടന്നു, ചമയത്തിലേക്ക് കടന്നു, ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടു പോകാനുള്ള തൃശ്ശൂർ പൂരം. അത് നമ്മുടെ ആൾക്കാരുടെ ഇത് കാരണമാണ്. അത്രയധികം ആൾക്കാർ വരുന്നു. ഒരു ദിവസം കൊണ്ടൊക്കെ തീർന്നു കഴിഞ്ഞാൽ പൂരത്തിനൊരു ഗുമ്മുണ്ടാവുമല്ലോ. 2-3 ദിവസം നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുമ്മുണ്ടാവുക. അതാണ് ഏറ്റവും സന്തോഷം. ഇപ്പോൾ ആദ്യം ഈ തൃശ്ശൂർ നഗരത്തിൽ കളിച്ചു വളർന്ന് ജനിച്ച് വളർന്ന ഒരാളാണ്. ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം, സങ്കടം നിറഞ്ഞ അനുഭവം ഉണ്ടാവില്ല തൃശ്ശൂർ പൂരമൊക്കെ ബന്ധപ്പെട്ട്? സങ്കടം എന്ന് പറഞ്ഞെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് വരാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു സങ്കടമുണ്ട്. കാരണം വിഷുവിനൊന്നും വരാൻ പറ്റാണ്ട് ആ സമയത്ത് കളിച്ച് നടക്കണല്ലേ. അപ്പോൾ ഒരു വലിയൊരു സങ്കടമുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളപ്പോൾ ഏറ്റവും സന്തോഷമുള്ളത് പറഞ്ഞാൽ എലിഞ്ഞത്ര മേളം എന്ന് പറഞ്ഞാൽ നമ്മളൊരു തൃശ്ശൂർകാരുടെ അല്ല, ലോകത്തുള്ള എല്ലാ മലയാളികളുടെ ഒരു അഹങ്കാരമാണ്. എലിഞ്ഞത്ര മേളത്തിൻ്റെ ഇടയിൽ ചെന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട എലിഞ്ഞത്ര മേളമാണ്. എലിഞ്ഞത്ര മേളത്തിൻ്റെ ഇടയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവിടെ ചെന്ന് നിൽക്കുക എന്ന് പറഞ്ഞൊരു വേറെ വൈബാണ്. കാരണം എത്ര അധികം ആൾക്കാർ ആ മേളത്തിൻ്റെ ഇടയിൽ ആര് ചെന്ന് നിന്നാലും മിണ്ടാണ്ട് നിൽക്കുന്ന ആളായാലും ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുക. അതാണ് അതിൻ്റെ ഒരു വലിയ സിംഫണി. അത് ലോകത്തെ ഏറ്റവും മികച്ച സിംഫണികളിലൊന്നാണ്. പിന്നെ ഇലഞ്ഞിത്തറ മേളം അത് പെരുവനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആളുകൾ മാറിയാൽ പോലും അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ലില്ല, തീർച്ചയായിട്ടും. ആര് പോകണമെന്നല്ല. ഇപ്പോൾ മറഡോണ പോയി, മെസ്സി വന്നു, അതേപോലെയാണ് ഫുട്ബോളും. ഇതൊന്നും ഒരിക്കലും അതുപോലെ തന്നെ ഇലഞ്ഞിത്തറ മേളം ആര് പോയാലും അവരെ പിൻഗാമികളുണ്ടാവുമല്ലോ. ഈ പിന്നെ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ പുറകിൽ പന്ത് പിറക്കി നടന്ന ഒരു വിജയനാണ് ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനം മാറിയത്. അപ്പോൾ ഏറ്റവും കുട്ടിക്കാലത്ത് ഏറ്റവും ഒരു വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കാലത്ത് പൂര ഓർമ്മകളുണ്ടോ? തീർച്ചയായിട്ടും. അമ്മര കൈയും പിടിച്ചിട്ടാണ്. എൻ്റെ വീട് അവിടെ തൊട്ടപ്പുറത്തല്ല, സ്റ്റേഡിയത്തിൽ താഴത്തല്ലേ, അവിടെ നടന്നു വരാനുള്ളൂ. അപ്പോൾ ആ കാലത്തെ വൈബ് വേറെ. അമ്മയുടെ കൂടെ പോകണു, അല്ലെ അച്ഛൻ്റെ കൂടെ പോകുന്നു പറയുമ്പോൾ ഒരു വേറൊരു രസമാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭാര്യേനെ കൂട്ടി വരണം, പിള്ളേരെ കൂട്ടി വരണം. അത് കാരണം എന്നെ അമ്മ കൊണ്ടുപോയാലും അച്ഛനും കൊണ്ടുപോയ പോലെ ഇപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ടുവരുന്നു. അതാണ് ഈ ആളുകളെ ഇപ്പോൾ പണ്ടത്തെ വ്യത്യസ്തമായിട്ട് ആളുകൾ കൂടുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പൂരം കാണുന്നതിന് വരുന്നതിന്. അത് എങ്ങനെയാണ് വിജയൻ്റെ ഒരു കാഴ്ച? ഓരോ കൊല്ലം കഴിയുന്നതോറും ആൾക്കാർ കൂടി വരികയാണ്. എല്ലാവർക്കും അറിയാം, ലോകത്തുള്ള എല്ലാ മലയാളികളും പുറത്ത്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ദുബായിൽ നിന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും 2 ദിവസം മുന്നേ വിഷുവിൻ്റെ അന്ന് വന്നിട്ട് അവർ തിരിച്ച് പൂരം കണ്ടു പോകണല്ലോ എന്ന് പറയുമ്പോൾ അത് ഇനിയിപ്പോൾ നാളെ കാണാം എന്താണ് പൊളിച്ചടക്കാൻ. പിന്നെ അവസാനിപ്പിച്ചിട്ട് പോകും തീർച്ചയായിട്ടും. പിന്നെ ആരെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും ഫുട്ബോളോ അല്ലെങ്കിൽ സിനിമ രംഗത്ത് ഉള്ള ആളുകളൊക്കെ പരിചയക്കാർ വരുന്നത് നിങ്ങളുടെ അടുത്ത ദിവസങ്ങളിലേക്ക്? എൻ്റെ കാസർഗോഡ് നിന്ന് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, എല്ലാവർക്കും അറിയാം. സുരേഷ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി എത്തും. സുരേഷ് മോനും വരുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. ബോംബെ. പൂരത്തിൻ്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് വിജയനെ തോന്നിയിരിക്കുന്നത് ഇത്രയും കാലങ്ങളായിട്ട് പൂരം കണ്ടു? അല്ല, പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാതും ഇപ്പോൾ മടത്തിൽ വരവായാലും കുടമാറ്റമായാലും തിരുവമ്മയുടെ അവിടെ നിന്ന് കരുത്ത് വരുന്നതായാലും എല്ലാതും നമുക്ക് ഒരെണ്ണം കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് പോകാം. അങ്ങനെ ഒരു ദിവസം നമുക്ക് പൊളിച്ചടക്കാൻ പറ്റുന്ന ദിവസമാണ്. പിന്നെ ഈ ആളുകളിപ്പോൾ ഒരു നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇത്രയും? അത് തീർച്ചയായിട്ടും. അതെന്തായാലും തൃശ്ശൂർ പൂരത്തിനുള്ളതാണ്. പിന്നെ ഈ ചൂട് എന്ന് പറയുന്നത് ഈ പൂരത്തിന് വരുമ്പോൾ നമ്മൾ ആ ചൂട് മൈൻഡ് ചെയ്യില്ല. എല്ലാവരും പറയും ഭയങ്കര ചൂട്. സംഭവം ചൂടുണ്ട്, പക്ഷെ പൂരത്തിൻ്റെ ഇടയിൽ കാലത്തേക്കാളും കൂടുതലാണ് ചൂട്. എന്നാലും അതൊരു വിഷയമല്ല. എന്നാലും വിഷയമല്ല. ആൾക്കാർ പിന്നെ അത് എക്സ്പെക്ട് ചെയ്യാൻ കഴിവുണ്ട് അവർക്ക്. കാരണം ചൂട് ഇത്ര സമയത്ത് വന്ന് നിൽക്കണു. അവർ ചൂട് എന്ന് പറഞ്ഞാൽ അത് വലിയ കുഴപ്പമുള്ള കാര്യമില്ല. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു.